സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നമുക്കൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ അക്യുറേറ്റ് ആയിട്ട് എഴുതുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ആ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് റൂളുകളുണ്ട്. റൂൾ നമ്പർ 1, എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ 1 to 9 ആയിട്ടുള്ള സീറോ അല്ലാത്ത എല്ലാ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. റൂൾ നമ്പർ 2, 2 to നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയിൽ വരുന്ന എല്ലാ സീറോസും നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാം. 2 നോൺ സീറോ ഡിജിറ്റ്, ഇപ്പോൾ 1ഉം 1ഉം അല്ല, ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ 2 സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ് എന്നർത്ഥം. ദാറ്റ് മീൻസ് ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4. റൂൾ നമ്പർ 3, ട്രailing zeros with a decimal are significant but leading zeros with a decimal are not significant. ട്രailing zeros എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡെസിമലിനോട് കൂടി വരുന്നതാ ഈ അവസാനം വരുന്ന 2 സീറോസ്, അതാണ് ട്രailing zeros. അവസാനം വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്, നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഈ പോയിന്റിന് തൊട്ട് മുന്നേ വരുന്ന ഡെസിമലിന് മുന്നേ വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. ലീഡിങ് സീറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്നതാണ്, ട്രെയിലിംഗ് സീറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്നതാണ്. ട്രെയിലിംഗ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ് ഡെസിമലിനോട് കൂടി വരുന്നത്, ഡെസിമലിനോട് കൂടി വരുന്ന ലീഡിംഗ് സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. റൂൾ നമ്പർ 4, ട്രെയിലിംഗ് പൊസിഷനുള്ള ഇപ്പം നമ്മളൊരു യൂണിറ്റോട് കൂടിയിട്ടാണ് നമ്മൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ, മെഷേർഡ് വാല്യൂ നമ്മൾ യൂണിറ്റോട് കൂടിയിട്ടാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ട്രെയിലിംഗ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. യൂണിറ്റ് ഇല്ലാതെയാണ് എഴുതുന്നതെങ്കിൽ ട്രെയിലിംഗ് സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. പിന്നെ അതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ യൂണിറ്റുകൾ ചേഞ്ച് ചെയ്താലും അതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് ഒരു കാരണവശാലും ചേഞ്ച് വരാൻ പാടില്ല. പി മീറ്ററിലുള്ള വാല്യൂ നമ്മൾ സെൻറ്റിമീറ്ററിലാക്കി എന്ന് കരുതി ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പറിൽ ചേഞ്ച് വരാൻ പാടില്ല.